ഹായ്, പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 2 ദിവസത്തെ പത്രങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നലത്തെ ന്യൂസ് പേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ഇന്നലത്തെ ഡിസ്കസ് ചെയ്യും പ്ലസ് ഇന്നത്തെയും. അപ്പോൾ പത്രം എല്ലാ ദിവസത്തെയും പോലെ നമ്മളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ പത്രമാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഇന്നത്തെ സാറ്റർഡേയുടെ. അപ്പോൾ സാറ്റർഡേ ന്യൂസ് പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ റോസ് ടു 5.7% ഇൻ ഡിസംബർ എന്ന് പറയുന്ന ന്യൂസ് ആണ്. അത് കുറച്ച് കൺസേൺ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നീട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ മോണിറ്ററി പോളിസിയുടെ ബേസ് തന്നെ അതാണ്. എക്സാമ്പിൾ അറിയാത്ത എഴുതി വെച്ചോളാം, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയുടെ ബേസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. കാരണം നമ്മൾ ഡയറക്ട്ലി നമ്മളുടെ കോമൺ മാനെ ബാധിക്കുന്നത്. നമ്മൾ സാധനങ്ങൾ പോയി കടയിൽ വാങ്ങുമ്പോൾ നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്ന ഇൻഫ്ലേഷൻ ആണ് ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് CPI ആണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI 5.7% ആയിട്ട് ഡിസംബറിൽ കൂടി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുള്ളത് 6% കൂടാൻ പാടില്ല എന്നാണ്. 6% കൂടാറുണ്ട്, കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ ലിമിറ്റ് ഓഫ് 6%. സോ 5.7% means it is actually approaching that threshold limit of 6%. അത് ക്രോസ് ചെയ്താൽ that should not be good for our economy എന്നാണ്. അപ്പോൾ അതാണ് ആ ഒരു ന്യൂസ് ആയിട്ടുള്ളത്. 5.7% ആയിട്ട് ഇന്ത്യയുടെ പെർസെന്റേജ് എഴുതണ്ട, അത് മന്ത്ലി വരുന്ന ഡേറ്റയാണ്. പക്ഷെ ബാക്കിയെല്ലാം അറിയണം. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്ന് അറിയണം, റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻഡെക്സ്, RBI യുടെ മോണിറ്ററി പോളിസിയുടെ ബേസ് എന്താണെന്ന് അറിയണം. അത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. അപ്പോൾ അതാണ്. ഇനി നമുക്ക് അതിനടുത്ത ന്യൂസിലേക്ക് പോവാം. SC refuses to stay law on CEC selection issues notice to government. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു നിയമം ഉണ്ടാക്കിയില്ലേ, ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ നിയമം. അത്തരത്തിലൊരു നിയമം ഇത്രയും കാലം ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ഇന്ത്യക്ക് ഫ്രീഡം കിട്ടി ഇത്രയും വർഷം കൊണ്ട് ഇലക്ഷൻ നടക്കുന്നെങ്കിലും ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെയും ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും സെലക്ട് ചെയ്യാനുള്ള ഒരു സമിതി ഉണ്ടായിരുന്നെങ്കിലും there was no law to select them. അപ്പൊ ആ ഒരു ലോ ആണ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ലോയുടെ പേര് ആണ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023. ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിന്റ്മെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023. ഈ ആക്ടില് മുമ്പ് നമ്മൾ ഒരു സമിതി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. അതിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രധാനമന്ത്രിക്കും ലോക്സഭയിലെ ഒപ്പോസിഷൻ ലീഡറിനും ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരായിരുന്നു ആ സമിതിയിൽ ഉണ്ടായിരുന്നത്. Now the chief justice of India has been removed from this committee and a union cabinet minister was included instead of that CJI. That is the problem. Problem means അത് പാർലമെന്റ് ഉണ്ടാക്കിയ നിയമമാണ്. അതിൽ അങ്ങനെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വേണമെന്നൊന്നും ഒരു നിയമമില്ല. അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ തള്ളിപ്പോത്തേ ഉള്ളൂ. ഇന്നലെ ഒരു സ്റ്റേ വിസമ്മതിച്ചു. പക്ഷെ എന്നാലും കുറെ ആൾക്കാർ അതിൽ ഒരു പ്രശ്നം പ്രകടിപ്പിച്ചേക്കാണ്. അതിൽ പറയുന്നതിൽ കാര്യമുണ്ട്. ഇപ്പം യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ രണ്ടുപേരും ഭരണകക്ഷിയിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആകപ്പാട് ലോക്സഭയിലെ ഓപ്പോസിഷൻ ലീഡർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇഷ്ടമുള്ള ആളിനെ അപ്പോയിന്റ് ചെയ്യാനവർക്ക് പറ്റും. അതാണ് ഇതിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ പ്രശ്നമൊന്നും പറയാൻ പറ്റില്ല. കാര്യം ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കാര്യം എടുത്തു നോക്കിയാൽ ഇങ്ങനെ തന്നെയാണ്. അവിടെ ഒന്നും ചീഫ് ജസ്റ്റിസ് ഒന്നും അല്ല ഈ സമിതിയിലുള്ളത്. എപ്പോഴും ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും കൂടുതലും ഉള്ളത്. ഓക്കെ, പിന്നെ only the youth can dilute dynasty politics in the country says മോഡി എന്നൊരു ന്യൂസ് ഉണ്ട്. അത് നമുക്ക് ആ ന്യൂസ് പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്നും പഠിക്കേണ്ട, പുള്ളി എന്താണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് പഠിക്കേണ്ടത്. 27th നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തു. 27th നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ. ഒരു എക്സാമിന് ചോദിക്കുകയാണ്, വേർ വാസ് ദ 27th നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ കണ്ടക്ടഡ്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നാസിക്കിലാണ്. എവിടെയാണ്? നാസിക്, മഹാരാഷ്ട്രയിലാണ് നാസിക്. അപ്പം അതാണ് നമ്മളതിൽ പഠിക്കേണ്ടത്. അതിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആ പേജിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ. നമുക്കിനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ സ്റ്റേറ്റ്സ് പേജാണ്. ഇങ്ങനെ വലുതായിട്ടൊന്നും കാണത്തില്ല. കർണാടക ഗവൺമെന്റ് ലോഞ്ചസ് യുവനിധി സ്കീം എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. അത് കർണാടകത്തിലെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയി കൊടുക്കുന്ന സ്കീം. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അത് അവിടുത്തെ ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. കർണാടകത്തിലെ ചീഫ് മിനിസ്റ്ററിനെ, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററിനെ ആ ഫോട്ടോയിൽ കാണാം. ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യയും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ DK ശിവകുമാറും ആണ്. പിന്നെ
താഴോട്ട് വരുമ്പോ നിങ്ങൾക്ക് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററായ ജി കിഷൻ റെഡ്ഡിയുടെ ഫോട്ടോ കാണാം. ഇന്ത്യയുടെ ടൂറിസം മിനിസ്റ്ററും കൂടിയാണ് അദ്ദേഹം. ടൂറിസം ആൻഡ് കൾച്ചർ മിനിസ്റ്ററും കൂടിയാണ്, കൾച്ചർ ആൻഡ് ടൂറിസം മിനിസ്റ്ററും കൂടിയാണ് ജി കിഷൻ റെഡ്ഡി. അദ്ദേഹം ഇന്ത്യൻ റെയിൽവേസിന്റെ എക്സ്പാൻഷനെ കുറിച്ചൊക്കെ അതിൽ സംസാരിക്കുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേസ് വേൾഡിലെ 4th ബിഗ്ഗസ്റ്റ് റെയിൽവേ ആണ്. വേൾഡിലെ 4th ബിഗ്ഗസ്റ്റ് റെയിൽവേ ആണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പം US-ഉം ചൈനയും റഷ്യയുമാണ് വേൾഡിലെ 3 biggest railways, and India is in the 4th position. And he's telling India is on the Indian Railways in the on the right track to become the number 1 in the world എന്നാണ്. India in the future will become the number 1 in railway എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 4th പൊസിഷനിലാണ്. അപ്പം നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ ഇന്ത്യയിലെ മിക്ക നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും, അതായത് ആസാം ഒഴിച്ച് നാഗാലാൻഡ്, മിസോറാം, അരുണാചൽ പ്രദേശ്, ത്രിപുര അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുണ്ടല്ലോ, അവർക്ക് റെയിൽവേ കണക്ടിവിറ്റി ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് സിക്കിം ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും കണക്ഷനായി. സിക്കിമിലും എനിക്ക് തോന്നുന്നു ഈ വർഷത്തോടുകൂടി കണ്ട കണക്ഷൻ ആവും. അപ്പൊ റെയിൽവേ കണക്ടിവിറ്റി എൻ്റെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് ആ പേജിൽ പറയാനുള്ളത്. അതിന് അടുത്ത പേജിലേക്ക് പോകുമ്പോ അതിനടുത്ത പേജില് നമുക്ക് NGT യെ കുറിച്ച് റെഫറൻസ് വരുന്നുണ്ട്. NGT എന്താണെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്താണെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്പെഷ്യൽ കോർട്ടാണ്. എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ടുകളിൽ ഡിസിഷൻ എടുക്കുന്നതിനുള്ള ഒരു സ്പെഷ്യൽ ട്രിബ്യൂണലാണ് NGT, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. അതിന്റെ ചെയർപേഴ്സൺ ഓർമ്മിച്ചാണെങ്കിൽ പ്രകാശ് ശ്രീവാസ്തവയാണെന്നാണ് എന്റെ വിശ്വാസം. അത് നിങ്ങൾ ചെക്ക് ചെയ്തോളണം. NGT, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. താഴോട്ട് വരുമ്പോൾ തേജസ്വി യാദവിന്റെ ഒരു ഫോട്ടോ കാണാം. തേജസ്വി യാദവ് ബീഹാറിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആണ്. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നമുക്കറിയാം നിതീഷ് കുമാർ ആണ്. ബീഹാറിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആണ് തേജസ്വി യാദവ്. ഇൻ ഫ്യൂച്ചറിൽ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആകുമെന്നാണ് കരുതപ്പെടുന്നത്, ഈ വർഷമോ അടുത്ത വർഷമോ ഒക്കെ. കാരണം നിതീഷ് കുമാർ മാറിക്കൊടുക്കും ഇയാൾക്ക് വേണ്ടിയിട്ടെന്ന് ന്യൂസുകളിൽ പറയുന്നുണ്ട്. പിന്നീട് കാസിരംഗ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. കാസിരംഗ നാഷണൽ പാർക്ക്, ഇത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ന്യൂസ് പേപ്പറിൽ എപ്പോഴും വരുന്നതാണ്. കാസിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്. ആസാമിൽ 1 ഹോൺഡ് റൈനോസിന്റെ ഹാബിറ്റാറ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 1 ഹോൺഡ് റൈനോസ് ഉള്ളത് കാസിരംഗയിലാണ്. അപ്പൊ ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കിനെ കുറിച്ച് ഒരു ന്യൂസും അവിടെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുന്നു. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അവിടെ എഡിറ്റോറിയൽ പേജാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്കോണമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കാര്യത്തിനെ കുറിച്ചാണ്. ആ എഡിറ്റോറിയൽ റോബസ്റ്റ് റവന്യൂസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. റോബസ്റ്റ് റവന്യൂസ് എന്ന എഡിറ്റോറിയൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ടാക്സ് ബേസ് ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഡയറക്ട് ടാക്സിന്റെ മോപ്പപ്പിനെ കുറിച്ചാണ്. ഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇന്ത്യയിൽ 2 ടൈപ്സ് ഓഫ് ടാക്സസ് കളക്ഷൻ ഉണ്ട്. ഡയറക്ട് ടാക്സസ് ആൻഡ് ഇൻഡയറക്ട് ടാക്സസ്. ഡയറക്ട് ടാക്സസ് മീൻസ് നമ്മൾ ഡയറക്ട്ലി പേ ചെയ്യുന്ന ടാക്സസ്, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ ലാൻഡ് ടാക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ മെയിൻലി GST ആണ്. പിന്നെ ചില പ്രോഡക്ട്സിന്റെ മുകളിൽ കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇൻഡയറക്ട് ടാക്സസും ഉണ്ട്. അപ്പൊ മെയിൻലി GST ആണ്. ഇതിന്റെ എല്ലാത്തിന്റെയും കളക്ഷൻ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു. GSTയുടെ ആവറേജ് കളക്ഷൻ ഇപ്പോൾ ഈ വർഷം, ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പൊ എൻഡ് ആയിട്ടില്ല, ഇനി ഒരു 3 മാസം കൂടെ ഈ വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്. 1.66 lakh crores ആണ് ഈ വർഷത്തെ GST ആവറേജ് മന്ത്ലി കളക്ഷൻ. ആവറേജ് മന്ത്ലി കളക്ഷൻ ആണ് 1,66,000 കോടി രൂപ. അത് പക്ഷെ ഈ എഡിറ്റോറിയൽ അതിനെ കുറിച്ചല്ല. ഈ എഡിറ്റോറിയൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യയുടെ ഡയറക്ട് ടാക്സ് കളക്ഷനെ കുറിച്ചാണ്. അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസും. ഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും ഉൾപ്പെടും നമ്മളുടെ ഡയറക്ട് ടാക്സസിന്റെ കളക്ഷനും ഭയങ്കരമായിട്ട് കൂടി. ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നേക്കാളും മിനിമം 1 ലക്ഷം കോടിയെങ്കിലും 1 lakh crores എങ്കിലും 1 lakh crore എങ്കിലും ഈ വർഷത്തിന്റെ എൻഡിൽ ഗവൺമെന്റിന് കൂടുതൽ കിട്ടുമെന്നാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിനെക്കാട്ടും. എല്ലാ വർഷവും ബഡ്ജറ്റിൽ ഒരു എസ്റ്റിമേറ്റ് വയ്ക്കും, ഇത്ര നമുക്ക് ഡയറക്ട് ടാക്സിൽ നിന്ന് കിട്ടണം, ഇത്ര ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് കിട്ടണം എന്നുള്ളത്. അതിനേക്കാളും വളരെ കൂടുതലായിരിക്കും ഇപ്പോഴത്തെ ഡയറക്ട് ടാക്സ് കളക്ഷനും ഇൻഡയറക്ട് ടാക്സ് കളക്ഷനും എന്ന് പറയുന്നത്. ഇതിൽ തന്നെ കോർപ്പറേറ്റ് ടാക്സ് കളക്ഷനേക്കാളും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പേഴ്സണൽ ഇൻകം ടാക്സ് കളക്ഷൻ. അതിന് പ്രധാന കാരണം വേറൊന്നുമല്ല, നമുക്കൊരു 2 വർഷം മുമ്പ് വരെ ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം 5 കോടിയായിരുന്നു. അത് ഈ വർഷം 8 കോടി ക്രോസ് ചെയ്തു. അടുത്ത 1-2 വർഷത്തിനകം അത് 10 കോടി ക്രോസ് ചെയ്യും എന്ന് ഉറപ്പാണ്. അപ്പൊ 5 കോടി ഏതാണ്ട് ഇരട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത 2-3 വർഷം കൊണ്ട്. അപ്പൊ പേഴ്സണൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഗവൺമെന്റിന് ഇതുകൊണ്ട് ഒരു ബമ്പർ ബൊണാൻസയാണ്.
ഇതിന്റെ കൂടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ഗവൺമെന്റിന് കിട്ടുന്ന. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന ലാഭത്തിൽ നിന്നൊരു വലിയ എമൗണ്ട്, അതും വലിയൊരു എമൗണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കിട്ടിയോ കിട്ടാൻ പോയോ കണ്ടാണ്. ഇതെല്ലാം കൂടി ചേർത്തുമ്പോൾ ഗവൺമെന്റിന് വലിയ ഒരു റവന്യൂ ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പ്രതീക്ഷിച്ചതിനേക്കാളും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് നമ്മളുടെ ബഡ്ജറ്റിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 5.9% ആണ് വെച്ചിരിക്കുന്നത്. അത് ഏതാണ്ടൊക്കെ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയൊരു വേരിയേഷനെ കാണുള്ളൂ നടന്നത് ഈ 5.9%. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2023-24 അത് പഠിച്ചു വെച്ചേക്കണം, എക്സാമിനൊക്കെ ചോദിക്കാം. 5.9% ആണ്. ദ ഗവൺമെന്റ് മേ most probably meet this deficit target. If they fail to meet the target, then also the variation will be a very slight one. അതാണ് പറയപ്പെടുന്നത്. 5.9% ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്. അപ്പൊ ഈ ഒരു റവന്യൂ ബോയൻസി ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യും ടു മീറ്റ് ദിസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ്. അത് മാത്രമല്ല റാഷണലൈസേഷൻ ഓഫ് ടാക്സസിലേക്ക് ഇത് നയിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ടാക്സ് GST തന്നെ പല മേഖലയിലും ഭയങ്കര കൂടുതലാണ്. മിക്കവാറും എല്ലാത്തിനും നമ്മൾ പേ ചെയ്യേണ്ട 18% ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് റാഷണലൈസ് ചെയ്ത് കുറയ്ക്കണം എന്നൊരു വലിയ ആവശ്യമുണ്ട്. അതൊക്കെ ഫ്യൂച്ചറിൽ ഗവൺമെന്റ് നടത്താൻ പറ്റും. ചിലപ്പോൾ അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ 2024 മെയ്യിൽ വരുമ്പോൾ അവര് പ്രയോറിറ്റി കൊടുത്ത് ചിലപ്പോൾ ഈ ടാക്സിലൊക്കെ കുറച്ച് റിഫോംസ് ഒക്കെ നടപ്പാക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ്. അല്ലാതെ ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫിഗേഴ്സിനെ കുറിച്ചൊന്നും പഠിക്കാനൊന്നുമില്ല. പിന്നെ TDS, TCS അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സും TCS ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സും ആണ്. മുമ്പ് ഗവൺമെന്റിന് ടാക്സസ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഭയങ്കര അഗ്രസീവായിട്ട് പഴ്സ്യൂ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു, പ്രോസസ് ആയിരുന്നു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് ബഡ്ജറ്റില് വലിയ ടാർഗറ്റുകൾ വയ്ക്കും ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. ബഡ്ജറ്റിൽ ഇപ്രാവശ്യം ടാർഗറ്റ് ഉണ്ട്. ഇപ്രാവശ്യം ഏതാണ്ട് 25,000 crores അങ്ങോട്ട് ഇപ്പോഴത്തെ ടാർഗറ്റ് ഉള്ളൂ. വലിയ 25,000 crores അല്ല, അതിൽ കുറച്ചുകൂടെ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഷെയർസ് ഗവൺമെന്റ് സെല്ല് ചെയ്ത് പൈസ ഉണ്ടാക്കും. അതിനാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഷെയർസ് ഗവൺമെന്റ് സെല്ല് ചെയ്ത് പൈസ ഉണ്ടാക്കും. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് അത് വലുതായിട്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. കാര്യം അല്ലാതെ തന്നെ ഗവൺമെന്റ് പൈസ ആവശ്യം പോലെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ നമ്പേഴ്സ് ഗെയിം എന്ന് പറഞ്ഞൊരു എഡിറ്റോറിയലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ സ്വച്ഛ് സർവേക്ഷൺ സർവേ എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ വർഷവും നടക്കാറുണ്ട്. സ്വച്ഛ് സർവേക്ഷൺ സർവേ. നമുക്കറിയാം ഇന്ത്യയിൽ സ്വച്ഛത അല്ലെങ്കിൽ ക്ലീൻലിനെസ്സിന് വലിയ പ്രാധാന്യം കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നത്. അതിനുശേഷം കുറെ ഇംപ്രൂവ്മെന്റ് മേജർ ആയിട്ടുള്ള മേഖലകളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇന്ത്യയിലെ പല സിറ്റീസും ഇന്ത്യയിലെ ചെറിയ ടൗണുകളൊക്കെ തങ്ങളിൽ ഈ ക്ലീൻലിനെസിന്റെ അടിസ്ഥാനത്തിൽ, ക്ലീൻലിനെസ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോമ്പറ്റീഷൻ ഗവൺമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഏത് സിറ്റിയാണ് ഏറ്റവും ക്ലീനസ്റ്റ് എന്ന് ഗവൺമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയും. അതാണ് സ്വച്ഛ് സർവേക്ഷൺ സർവേയിൽ സംഭവിക്കുന്നത്. അപ്പൊ തുടർച്ചയായിട്ട് 7 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഇൻഡോർ ആണ് ക്ലീനസ്റ്റ് സിറ്റി. ആദ്യത്തെ 10 സിറ്റി ഇൻഡോർ മധ്യപ്രദേശിലാണ്. അവർ വളരെ ക്ലീൻ ആയിട്ടുള്ള സിറ്റിയാണ്. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ മറ്റ് സിറ്റികൾ അവരെ കണ്ട് പഠിക്കണമെന്നാണ് ഹിന്ദുവിൽ തന്നെ ആർട്ടിക്കിൾ, അല്ലെങ്കിൽ മലയാളത്തിലെ മനോരമയും മാതൃഭൂമിയിലൊക്കെ ആർട്ടിക്കിൾ ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ബ്രഹ്മപുരത്തിലൊക്കെ ഈ സോളിഡ് വേസ്റ്റ് എല്ലാം കൂടെ കിടന്ന് കത്തി ദിവസങ്ങളോളം പ്രശ്നമായപ്പോഴത്തേക്കും. പക്ഷേ അപ്പൊ ഇതിൽ ഹിന്ദുവിൽ പറഞ്ഞേക്കുന്ന അഭിപ്രായം ഇവരെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരാണ്. ആദ്യത്തെ 10 സിറ്റീസ് എടുത്താൽ എപ്പോഴും കാണും ഇൻഡോർ, ഭോപ്പാല്, പിന്നീട് നമ്മളുടെ തിരുച്ചിറപ്പള്ളി, തൃച്ചി, അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങൾ, സൂററ്റ്. ഇപ്പം ഇൻഡോറും സൂററ്റും 1ാം സ്ഥാനത്താണ്. ഇത്രയും കാലം ഇൻഡോർ മാത്രമായിരുന്നു 1ാം സ്ഥാനത്ത്. ഇപ്രാവശ്യം ഇൻഡോറും സൂററ്റും 1ാം സ്ഥാനത്താണ്. അപ്പൊ ഇതില് എഡിറ്റോറിയൽ പറഞ്ഞേക്കുന്നത് ഇവര് സ്ഥിരമായിട്ട് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവരെ പിടിച്ച് ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലിസ്റ്റിൽ നിന്ന് ഇവരെ ഒഴിവാക്കണം. കാരണം ദേ ആർ ഓൾറെഡി അച്ചീവേഴ്സ് ആൻഡ് അവര് എപ്പോഴും ഔട്ട്സ്മാർട്ട് ചെയ്യാണ് മറ്റുള്ള സിറ്റീസിന്. അപ്പൊ മറ്റുള്ള സിറ്റീസിന്റെ പോരായ്മകൾ വെളിച്ചത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇവരെ അങ്ങ് റിമൂവ് ചെയ്തതിനു ശേഷം അവർ തങ്ങളിൽ ഇനി മത്സരിക്കാൻ ഗവൺമെന്റ് പ്രേരിപ്പിക്കണമെന്നാണ്. അത് നല്ലൊരു സജഷനാണ്. അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ പിന്നീട് പിന്നെ ആ പേജിൽ നമുക്ക് അത്രേ പറയാനുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ രാമക്ഷേത്രത്തിന്റെ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ അവിടെ കാണാം. രാമക്ഷേത്രത്തിന്റെ ഇനാഗുറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, January 22-ലാണ്. ഇന്ത്യയിലെ BJPയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റും കൂടെയാണ് രാമക്ഷേത്രം ഇൻ അയോധ്യ എന്ന് പറയുന്നത്. അത് അവർ ഇലക്ഷന് മുമ്പ് അത് ഫുൾഫിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതിൽ മറ്റൊന്നും പറയാനില്ല.
പിന്നീട് താഴോട്ട് വരുമ്പോ ഇന്ത്യയില് പൾസസ്, നമുക്കറിയാം പൾസസ്, ഈ പൾസസിന്റെ ഒരു ഗ്ലോബൽ മീറ്റ്, ഗ്ലോബൽ പൾസസ് കൺവെൻഷൻ ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അത് ഇന്ത്യയിൽ ഓർഗനൈസ് ചെയ്യുന്നത് നാഫെഡ് ആണ്. നാഫെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഓർഗനൈസേഷൻ ആണ്, നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ അത് ഓർഗനൈസ് ചെയ്യുന്നത്. വേൾഡിന്റെ ഈ പൾസസിന്റെ ബോഡിയായ ഗ്ലോബൽ പൾസസ് കോൺഫെഡറേഷനുമായിട്ട് ജോയിൻ ചെയ്ത്, ഗ്ലോബൽ പൾസസ് കോൺഫെഡറേഷനുമായിട്ട് ജോയിൻ ചെയ്ത് നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഗ്ലോബൽ പൾസസ് കൺവെൻഷൻ ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോണത്. ഫെബ്രുവരി 14 തൊട്ട് ഫെബ്രുവരി 17 വരെയാണ് ഇത് നടക്കുന്നത്. അതിനെ കുറിച്ചൊക്കെ ഒരു ആർട്ടിക്കിൾ ആണ്. എനിക്കൊന്ന് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. ന്യൂഡൽഹി തോന്നുന്നല്ല, ന്യൂഡൽഹിയിൽ വെച്ചാണ്. പിന്നെ ലോക്സഭ പ്രിവിലേജ് പാനൽ കോൾസ് ഫോർ റിവോക്കിംഗ് സസ്പെൻഷൻ ഓഫ് 3 MPs എന്ന ന്യൂസ് കാണാം. പ്രിവിലേജ് പാനൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ മെയിൻലി 2 കമ്മിറ്റികളാണ് ഉള്ളത്. ഒന്ന് പ്രിവിലേജസ് കമ്മിറ്റിയും വേറൊന്ന് എത്തിക്സ് കമ്മിറ്റിയും. ഈ പ്രിവിലേജസ് കമ്മിറ്റി ഇപ്പോൾ കുറെ MPമാരെ ഇപ്പോൾ സസ്പെൻഡ് ഒക്കെ ചെയ്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട MPമാരുടെ ഹിയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷം അവരുടെ സസ്പെൻഷനൊക്കെ റിവോക്ക് ചെയ്തെന്നുള്ളതാണ്. എത്തിക്സ് കമ്മിറ്റി നമ്മളിപ്പോൾ കൂടുതലായിട്ട് കേട്ടത് മഹുവ മൊയ്ത്രയുമായിട്ട് ബന്ധപ്പെട്ടാണ്. മഹുവ മൊയ്ത്ര ഇന്ത്യയിലെ ബിസിനസ്മാനായ ഗൗതം അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അദ്ദേഹത്തിന്റെ റൈവൽ ആയിട്ടുള്ള ഒരു ബിസിനസ്മാനായ ദർശൻ ഹിരന്താനിയുടെ കയ്യിൽ നിന്ന് കാശോ അല്ലെങ്കിൽ മറ്റു പാരിതോഷികങ്ങളോ വാങ്ങിയെന്നുള്ള പേരിൽ അന്വേഷണം നേരിടി അവരെ പുറത്താക്കി. അത് എത്തിക്സ് കമ്മിറ്റിയാണ്. അപ്പം പ്രിവിലേജസ് കമ്മിറ്റി ഉണ്ട്, എത്തിക്സ് കമ്മിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് പേജ്, അതിൽ വലിയൊരു കറന്റ് ന്യൂസ് ഉണ്ട്, നമ്മളെല്ലാവരും അത് പഠിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സീ ബ്രിഡ്ജ് ഇനാഗുറേറ്റ് ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സീ ബ്രിഡ്ജ് ആണ്. നവി മുംബൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന അടൽ സേതു എന്ന് പറയുന്നത്. അതിന്റെ പഴയ പേര് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നായിരുന്നു. പഴയ പേര്. അതിന് പഠിക്കണ്ട. ഇപ്പോഴത്തെ പേര് അടൽ സേതു എന്നാണ്. ഇന്ത്യയുടെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ പേരാണ് ഇപ്പൊ അതിന് കൊടുത്തേക്കുന്നത്, അടൽ സേതു. നവി മുംബൈയും കണക്ട് ചെയ്യാനാണ് ഈ കടൽ പാലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് കടൽ പാലമാണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 21.8 കിലോമീറ്റർ ആണ് പാലത്തിന്റെ. അതിൽ 16.5 കിലോമീറ്റേഴ്സ് സീയുടെ മുകളിൽ കൂടിയാണ്, അറേബ്യൻ സീ കൂടിയാണ്. 16.5 കിലോമീറ്റർ ആണ് സീ കൂടെ ഉള്ളത്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സീ ബ്രിഡ്ജ് ആയിട്ട് ഇത് മാറാൻ കാരണം. 16.5 കിലോമീറ്റർ ഓഫ് ദിസ് ബ്രിഡ്ജ് ഈസ് ഓവർ ദ അറേബ്യൻ സീ. അപ്പൊ അതിന്റെ പേര് അടൽ സേതു, ഇന്ത്യസ് ലോങ്സ്റ്റ് സീ ബ്രിഡ്ജ്. അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത് വഴി ഉണ്ടാകുന്ന ഗുണം, നവി മുംബൈയും തമ്മിലുള്ള ട്രാവൽ ഡ്യൂറേഷൻ 2 hours ആയിരുന്നു നോർമൽ ടൈമിൽ. ട്രാഫിക് കൺജഷനൊക്കെ ഉള്ള സമയത്ത് 3 4 hours. അതിപ്പോ വെറും 20 minutes ആയിട്ട് കുറയും. അതാണ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത്. പിന്നീട് വേറെ ന്യൂസുകളിൽ നമുക്ക് വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് സമ്മിറ്റിന്റെ പേരാണ് വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ്. പിന്നെ ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ ഉള്ള ഡിഫൻസ് ടൈസ് ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നതൊക്കെ ന്യൂസ് ഉണ്ട്. അത് നേവൽ ചീഫ് അഡ്മിറൽ ആർ ഹരികുമാറും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാനും തമ്മിൽ സൗദിയുടെ മിലിറ്ററിയുടെ ഒക്കെ ലീഡേഴ്സുമായിട്ട് നടത്തിയ മീറ്റിംഗിലാണ് അതുണ്ടായത്. അപ്പൊ ഇന്ത്യയുടെ നേവൽ ചീഫിന്റെ പേര് അറിഞ്ഞിരിക്കണം, ആർ ഹരികുമാർ ആണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിന്റെ പേര് അറിഞ്ഞിരിക്കണം, അനിൽ ചൗഹാൻ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, CDS എന്ന് പറയും, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അങ്ങനത്തെ പൊസിഷൻ ഇന്ത്യയിൽ ഇല്ലായിരുന്നു. ആദ്യമായിട്ട് അങ്ങനത്തെ പൊസിഷൻ ഉണ്ടാകുന്നത് ബിപിൻ റാവത്ത് ആയിരുന്നു. അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ ക്രാഷിൽ മരിച്ചുപോയത് നമുക്കറിയാം. അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ CDS. അതിനുശേഷമാണ് രണ്ടാമത്തെ CDS ആയി അനിൽ ചൗഹാൻ വരുന്നത്. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോ ഇന്ത്യയുടെ TB റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്. അപ്പൊ നമ്മൾ അറിയേണ്ടത്, ഇന്ത്യ TB ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഒരു ഇയർ വെച്ചിട്ടുണ്ട്. 2000 നമ്മളിപ്പോ റണ്ണിങ് ത്രൂ 2024. നെക്സ്റ്റ് ഇയർ ഈസ് 2025. സോ 2025 ഈസ് ദ ഇയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എയിംസ് ടു ഇറാഡിക്കേറ്റ് TB ട്യൂബർക്ലോസിസ് ടോട്ടലി ഫ്രം അവർ കൺട്രി. അപ്പം 2025 കൂടി TB ട്യൂബർക്ലോസിസിനെ ടോട്ടലി ഇന്ത്യയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ വർഷം പഠിച്ചു വെച്ചേക്കണം, TB ഫ്രീ ആക്കാനുള്ള വർഷം.
2025. പിന്നെ DRDO ആകാശ് മിസൈലിന്റെ ഒരു സക്സസ്ഫുൾ ഫ്ലൈറ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ആകാശ് എന്ന് പറയുന്ന മിസൈൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. DRDO ഡെവലപ്പ് ചെയ്താണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ആകാശ് സർഫസ് ടു എയർ മിസൈൽ ആണ്. സർഫസ് ടു എയർ എന്നാണ്, അത് പഠിച്ചു വെച്ചോണം. സർഫസ് ടു എയർ മിസൈൽ ആണ് ആകാശ്. ഇത് പരീക്ഷണം നടത്തിയത് ചാന്ദിപ്പൂരിൽ നിന്നാണ്. ചാന്ദിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യക്ക് മിസൈൽ പരീക്ഷണങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ്. ചാന്ദിപ്പൂർ ഈസ് ഇൻ ഒഡീഷ. ആൻഡ് അനദർ പ്ലേസ് വെയർ വി യൂസ് ടു കണ്ടക്ട് മിസൈൽ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം ഐലൻഡ് ആണ്. അബ്ദുൽ കലാം ഐലൻഡ് അതും എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് അഗെയിൻ ഇൻ ഒഡീഷ. അപ്പോ അബ്ദുൽ കലാം ഐലൻഡ് ചാന്ദിപ്പൂർ എന്നൊക്കെ പറയുന്നത് അവിടെയാണ്. പിന്നെ സയൻസ് മിനിസ്ട്രി ടീം വിസിറ്റ്സ് ഹവായി ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് ടെലിസ്കോപ്പ് പ്രോജക്ട്. ഹവായി ഈസ് ഇൻ US, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അധീനതയിലാണ് ഹവായി. ഈ ഹവായിൽ ഒരു വലിയ ഒരു ടെലിസ്കോപ്പ് വരുന്നുണ്ട്. ആ ടെലിസ്കോപ്പിന്റെ ടെലിസ്കോപ്പ് വരുന്നത് മൗന കിയ എന്ന് പറയുന്ന മേഖലയിലാണ്. അതിൽ ഇന്ത്യയും ഒരു ജോയിന്റ് ഡെവലപ്പറാണ്, ഒരു കൊളാബറേഷൻ പ്രോജക്റ്റ് ആണ്. ഈ ഒരു ടെലിസ്കോപ്പ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് US ഉണ്ട്, ജപ്പാൻ ഉണ്ട്, ചൈന ഉണ്ട്, കാനഡ ഉണ്ട്, ഇന്ത്യ ഉണ്ട്. ഇന്ത്യ യൂണിയൻ ക്യാബിനറ്റ് ഇന്ത്യ 2014 അതിൽ ജോയിൻ ചെയ്തത്. അതിൽ 200 മില്യൺ ആണ് ഇന്ത്യ കൊടുക്കുന്നത്. അപ്പൊ ഈ മൗനാക്കിയ എന്ന് പറഞ്ഞ പ്രദേശത്ത്, ഹവായിൽ മൗനാക്കിയ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇത് വരുന്നത്. അത് അറിഞ്ഞിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പ് പ്രൊജക്ട് ആണ് മൗനാക്കിയ പ്രദേശത്ത് വരുന്ന ഈ ടെലിസ്കോപ്പ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ഹവായിലാണിത്, ഹവായി. അപ്പൊ അതില് ഇന്ത്യയും പാർട്ടിസിപ്പന്റ് ആണ്, അറിഞ്ഞിരിക്കുക. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഫാക്ടറി ഔട്ട്പുട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഫാക്ടറി ഔട്ട്പുട്ട് കുറയുന്നു എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറയുന്ന ഒന്നാണ്. അത് മനസ്സിലാവുന്നത് IIP കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്. IIP എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആണ് IIP. ഈ IIP കുറയുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫാക്ടറി ഔട്ട്പുട്ട് കുറയുന്നു എന്നാണ്. പിന്നെ ഓരോരോ കമ്പനികളുടെ പ്രവർത്തന ഫലത്തിനെ കുറിച്ചൊക്കെയാണ്. 3 മാസം കൂടുമ്പോൾ എല്ലാവരും അവരവരുടെ പ്രവർത്തന ഫലം റിപ്പോർട്ട് ചെയ്യുമല്ലോ. വിപ്രോയുടെ പ്രോഫിറ്റ് കൂടി കുറഞ്ഞു എന്നൊക്കെയുള്ള ന്യൂസുകളാണ്. അതുപോലെ ഇൻഫോസിസിന്റെ TCSന്റെ ഒക്കെ വരുന്നുണ്ട്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ മൈക്കൽ പാത്രയ്ക്ക് 1 ഇയറും കൂടി എക്സ്റ്റൻഷൻ കിട്ടി. അദ്ദേഹം ഇപ്പൊ റിട്ടയർ ആവേണ്ടതായിരുന്നു. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായ മൈക്കൽ പാത്ര. അപ്പൊ RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായ മൈക്കൽ പാത്ര ഇനി 1 ഇയറും കൂടെ അവിടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് കാണും. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ വേൾഡ് പേജാണ്. വേൾഡ് പേജില് ചൈനയുടെ പ്രസിഡന്റ് ഈ ബെൽജിയത്തിന്റെ പ്രൈം മിനിസ്റ്റർ മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ കാണാം. ബെൽജിയത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആരെന്ന് അറിഞ്ഞിരിക്കുക. ബെൽജിയത്തിന്റെ പ്രൈം മിനിസ്റ്റർ അലക്സാണ്ടർ ഡി ക്രൂ ആണ്. അലക്സാണ്ടർ ഡി ക്രൂ. അലക്സാണ്ടർ ഡി ക്രൂ, CROO. അപ്പൊ ഈ ബെൽജിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനമൊക്കെ അവിടെയാണ് നിൽക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനമൊക്കെ നിൽക്കുന്നത് ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസിലാണ്. സോ ചൈന വാണ്ട്സ് ടു ഇംപ്രൂവ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ദ യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ്. അപ്പൊ അതുകൊണ്ട് അവര് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ UK പ്രൈം മിനിസ്റ്റർ ഋഷി സുനാഗ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയെ മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ അവിടെ കാണാം. പിന്നെ ഹൂതീസ്, റെഡ് സീയിൽ ഹൂതീസ് വലിയ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. ചെങ്കടലിൽ ഹൂതീസ് ഇസ്രായേലി ബൗണ്ട് ആയിട്ടുള്ള ഷിപ്പുകളെ അറ്റാക്കുന്ന നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് US-ഉം UK-യും ചേർന്ന് ഹൂതീസിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ആക്രമണം റെഡ് സീയിൽ കടുപ്പിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസും അവിടെ കാണാവുന്നതാണ്. പിന്നെ തായ്വാനിൽ ഇലക്ഷൻ നടക്കാൻ പോകണം, അതിനെ കുറിച്ചൊരു ന്യൂസ് അവിടെ ഉണ്ട്. അതൊക്കെയാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സ്പോർട്സ് പേജ് ആണ്. സ്പോർട്സ് പേജില് ഓസ്ട്രേലിയൻ ഓപ്പൺ തുടങ്ങാൻ പോകുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണാം. ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത് ഒരു ഇയറിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആണ്. ഓരോ വർഷവും
4 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകൾ നടക്കും. ഫസ്റ്റ് വൺ ഈസ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫ്രഞ്ച് ഓപ്പൺ, തേർഡ് വൺ ഈസ് വിംബിൾഡൺ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് US ഓപ്പൺ. അപ്പം ഓസ്ട്രേലിയൻ ഓപ്പൺ തുടങ്ങാൻ പോയാണ്. പിന്നെ ഏഷ്യ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഖത്തറിൽ വെച്ച് നടക്കാൻ പോകുന്നു. ഇന്ത്യ അതിലൊരു പാർട്ടിസിപ്പന്റ് ആണ്. ഏഷ്യ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടക്കാൻ പോകുന്നത്? ഖത്തർ. പിന്നെ അതിനടുത്ത ന്യൂസ് ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നലത്തെ ഹിന്ദുവിലെ ന്യൂസുകൾ നോക്കാം. 12-ാം തീയതി നമ്മള് ഇന്നത്തെയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇന്നലത്തെ ഹിന്ദുവിലെ ന്യൂസ് നോക്കുമ്പോ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഡയറക്ട് ടാക്സ് കിറ്റി ക്രോസസ് 80% ഓഫ് 2023-24 ടാർഗറ്റ്. അതായത് ഇന്ത്യയിലെ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും ഉൾപ്പെടുന്ന ഡയറക്ട് ടാക്സസിന്റെ കളക്ഷൻ വളരെ വലിയ രീതിയിൽ ഇൻക്രീസ് ആവുന്നു എന്നൊരു ന്യൂസ് ആണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, നമുക്ക് ആവശ്യമില്ല. തൃണമൂലിനും കോൺഗ്രസും തമ്മിൽ ലോക്സഭാ പോളിലെ സീറ്റ് ഷെയറിംഗിന്റെ പേരിൽ അടി നടക്കുന്നു. അത് നമുക്ക് ആവശ്യമില്ല. NIA ഇന്ത്യയിലെ പല ടെറർ ഔട്ട്ഫിറ്റുകളെയും അവരെ ക്രാക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് NIA നമുക്കറിയാലോ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉള്ളത്. സൗത്ത് ആഫ്രിക്ക അക്യൂസസ് ഇസ്രായേൽ ഓഫ് ജെനോസൈഡ് ഇൻ പാലസ്റ്റീൻ ആസ് UN കോർട്ട് ടു സ്റ്റെപ്പ് ഇൻ. സൗത്ത് ആഫ്രിക്ക ഒരു സോവറിൻ നേഷൻ ആണ്. അവരങ്ങനെ മറ്റ് രാജ്യങ്ങൾക്കെതിരെ വളരെ ഓപ്പൺ ആയിട്ടൊരു സ്റ്റാൻഡ് എടുക്കുന്ന ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇസ്രായേൽ ഹമാസ് വാറിൽ വലിയൊരു സ്റ്റാൻഡ് അവർ എടുത്തിരിക്കുകയാണ്. ഇസ്രായേലിന് എതിരെ അവര് UN കോർട്ടായ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ അവര് വംശഹത്യ അവിടെ പലസ്തീനിലെ ഗാസയിൽ നടത്തുന്നു എന്നുള്ള പേരിൽ. ഇത് ഇസ്രായേലിന്റെയും സൗത്ത് ആഫ്രിക്കയുടെയും ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. അപ്പൊ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം ഹേഗ് ആണ്. നെതർലാൻഡ്സിലെ ഹേഗ് ആണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വലിയ ന്യൂസ് ആണ്, അറിഞ്ഞിരിക്കുക. സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആരാണ്? സിറിൽ രാമഫോസ. സിറിൽ രാമഫോസയാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ്. സിറിൽ രാമഫോസ. സിറിൽ രാമഫോസയാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഇവിടെ നിങ്ങൾ കാണുന്നത് മഹാരാഷ്ട്രയിലെ BJPയുടെ ഏറ്റവും വലിയ ലീഡർ, മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുമായ ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഫോട്ടോയാണ്. ദേവേന്ദ്ര ഫട്നാവിസ്. പിന്നെ മമതാ ബാനർജി ബംഗാളിയെ ക്ലാസിക്കൽ ലാംഗ്വേജ് പദവിയിലേക്ക് ഉയർത്തണം എന്ന് മോഡിയോട് ആവശ്യപ്പെട്ടു. ബംഗാളി ഭാഷയ്ക്ക് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് ഇല്ല. ഇപ്പൊ ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റാറ്റസ് ഉള്ള ഭാഷകളാണ് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യൻ ഭാഷകളെല്ലാം. അതായത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഇതെല്ലാം ക്ലാസിക്കൽ ഭാഷകളാണ്. അതുപോലെ ഒഡിയ ഒക്കെ ക്ലാസിക്കൽ ഭാഷകളാണ്. ശ്രേഷ്ഠ ഭാഷാ പദവി എന്ന് പറയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അടൽ സേതു ടു റെഡ്യൂസ് നവി മുംബൈ കമ്മ്യൂട്ട് ടു 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞ അത് ഞാൻ പറഞ്ഞതാണ്. നേരത്തെ 42 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് മാത്രമേ മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് പോകാൻ പറ്റുള്ളായിരുന്നു. ആ 42 കിലോമീറ്റർ ഡ്രൈവിനാണ് ഇപ്പൊ 21 കിലോമീറ്റർ ഡ്രൈവ് ആയിട്ട് കുറച്ചേക്കുന്നത്. അതിൽ 16.8 അങ്ങനെയുള്ള നേരത്തെ ഞാൻ പറഞ്ഞു. അത്രയും എവിടെയാണ്? അറേബ്യൻ സീക്ക് മുകളിൽ കൂടെയാണ്. അങ്ങനെയാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സീ ബ്രിഡ്ജ് ആയിട്ട് മാറിയത്. വേൾഡിൽ തന്നെ 12th ലാർജസ്റ്റ് സീ ബ്രിഡ്ജ് ആണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് അവിടെ കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇനി ഇത് അവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി പറയുന്നില്ല. വേണമെങ്കിൽ ജസ്റ്റ് 1-2 കാര്യങ്ങൾ പറയാം. സ്വച്ഛ് സർവേക്ഷൺ സർവേയെ കുറിച്ചാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. സ്വച്ഛ് സർവേക്ഷൺ സർവേ, അത് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഇതിപ്പം ഡൽഹിയെ കുറിച്ചാണ് പറഞ്ഞത്. ഡൽഹിയൊക്കെ വളരെ മോശമായിട്ടാണ് അത് സ്കോർ ചെയ്തേക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സിറ്റി 1 lakhിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സിറ്റികളുടെ കൂട്ടത്തില് 1ാം സ്ഥാനത്ത് 2 സിറ്റികളുണ്ട്. സ്ഥിരമായിട്ട് അതിൽ വരുന്ന ഇൻഡോറും ഒപ്പം പിന്നീട് സൂററ്റും. ഇൻഡോറും സൂററ്റുമാണ് 1ാം സ്ഥാനത്ത്. ഇനി സ്റ്റേറ്റുകൾക്ക് റാങ്കിങ് ഉണ്ട്. സ്റ്റേറ്റുകളിൽ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്നത്
മഹാരാഷ്ട്രയാണ്. സ്റ്റേറ്റുകളിൽ ഫസ്റ്റ് റാങ്കിങ് നിൽക്കുന്ന മഹാരാഷ്ട്ര. അപ്പൊ മൊത്തം സ്റ്റേറ്റ് എടുക്കുമ്പോൾ സ്വച്ഛതയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. ഒരു 1,00,000 കൂടുതൽ പോപ്പുലേഷനുള്ള സിറ്റികൾ എടുക്കുമ്പോഴത്തേക്ക് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇൻഡോറും അതുപോലെ സൂററ്റ് ഗുജറാത്തിലാണ്. ഇനി എനിക്ക് തോന്നുന്നു 1,00,000 താഴെ പോപ്പുലേഷനുള്ള പിന്നീട് സിറ്റികൾക്കും റാങ്കിങ് ഉണ്ട്. അതും എനിക്ക് തോന്നുന്നു അത് അടുത്ത എവിടെയോ ന്യൂസിന്റെ അകത്ത് അതുകൊണ്ട് അത് നോക്കിയിട്ട് പറഞ്ഞില്ല. അത് മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ ടൗൺ ആണ്. 1,00,000 താഴെ പോപ്പുലേഷൻ ഉള്ളതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതിന്റെ പേര് മറന്നു. ഇനി ഇത് സ്പീക്കേഴ്സ് കോർട്ട് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ ഇവിടെ കാണാം. അത് വേറൊന്നും അല്ല, ജസ്റ്റ് അത് എന്താണെന്ന് ഞാൻ പറഞ്ഞേക്കാം. പൊളിറ്റിക്കൽ മാത്രമല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യം അധികം ഉണ്ട്. പക്ഷേ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പോകുന്നില്ല. വേറൊന്നുമല്ല, മഹാരാഷ്ട്രയിൽ ശിവസേന 2ആയിട്ട് സ്പ്ലിറ്റായി ഉദ്ധവ് താക്കറയുടെ ശിവസേനയും അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും. അതിൽ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയാണ് യഥാർത്ഥ ശിവസേന എന്ന് അവിടുത്തെ സ്പീക്കർ ഇപ്പൊ തീരുമാനമെടുത്തു. അതിലുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന എഡിറ്റോറിയലാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഹാൻഡ്സ് കൂടുതൽ സ്ട്രോങ് ആവുന്ന രീതിയിൽ ഷിൻഡെയുടെ ശിവസേനയാണ് റിയൽ ശിവസേന എന്നാണ് അവിടുത്തെ സ്പീക്കറുടെ ഡിസിഷൻ. പിന്നെ ഷോ ഓഫ് ഫെയർനെസ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ കാണാം. അത് വേറൊന്നുമല്ല, നമ്മളുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ടാബ്ലോസിനെ കുറിച്ചാണ്. റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ടാബ്ലോസിനെ സെലക്ട് ചെയ്യുന്നത് ആരാണെന്ന് അറിഞ്ഞിരിക്കണം. ദേ ആർ ബീങ് സെലക്ടഡ് ബൈ ദ ഡിഫൻസ് മിനിസ്ട്രി. ഡിഫൻസ് മിനിസ്ട്രിയുടെ എക്സ്പെർട്ട് പാനൽസ് ഉണ്ട്. അവര് ഡിഫറെന്റ് ഫീൽഡ്സിൽ നിന്നുള്ള എക്സ്പെർട്ടുകളായിരിക്കും. അക്കോർഡിംഗ് ടു സം പ്രീസെറ്റ് ക്രൈറ്റീരിയാസ് ദേ വിൽ select the tableaus which is going to be represented in the Republic Day. Okay. പക്ഷെ അതിൽ കുറച്ച് ടാബ്ലോസ് റിജക്ട് ചെയ്തെന്ന് പറഞ്ഞൊക്കെയാണ് ഇപ്പൊ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് വരുന്നത്. ഈ കോൺട്രവേഴ്സീസ് എവറി ഇയർ ഉണ്ടാവാറുണ്ട്. ഡ്യൂറിംഗ് പ്രീവിയസ് ഗവൺമെന്റ്സ് ടെന്യൂർ ഓൾസോ ദാറ്റ് കൈൻഡ് ഓഫ് അലിഗേഷൻസ് വെയർ റേസ്ഡ് ബൈ സ്റ്റേറ്റ്സ് ലൈക്ക് ഗുജറാത്ത്. അപ്പോൾ അവരുടെ ടാബ്ലോസ് റിജക്ട് ചെയ്യപ്പെട്ടപ്പോൾ അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഫ്രോം നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ഡിഫൻസ് മിനിസ്ട്രി ഡിസൈഡഡ് ടു give all the states and union territories representation on a rotation basis. In each and every 3 years, each and every states and union territories in India will get a representation in the Republic Day parade. അത് ടാബ്ലോ അവതരിപ്പിക്കാൻ നോക്കുക. അപ്പം 3 വർഷത്തെ ഒരിക്കൽ കിട്ടുള്ളൂ, പക്ഷെ കമ്പൾസറി ആയിട്ട് എല്ലാവരെയും കിട്ടും. അങ്ങനെയാക്കി, അതല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ എന്തായാലും ഈ എഡിറ്റോറിയലിന്റെ ആവശ്യം ഇല്ലായിരുന്നു, കാരണം ഇനി അതിനൊരു സൊല്യൂഷൻ തന്നെ അവർ കണ്ടെത്തിക്കഴിഞ്ഞു. പിന്നെ ഇന്നലത്തെ ഹിന്ദുവില് ബംഗ്ലാദേശ് വൺ പാർട്ടി സ്റ്റേറ്റ് ആൻഡ് ഇന്ത്യാസ് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് ഒരു കാരണവശാലും അതിലെ ഒപ്പീനിയൻസ് നമുക്ക് ഇന്ത്യക്കാർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻസ് അല്ല. വളരെ ഉപദേശപരമായിട്ട് എഴുതിയിരിക്കുന്ന ഒപ്പീനിയനാണ്. ഇന്ത്യയിലൊന്നും താമസിക്കാത്ത ചില ആൾക്കാർക്ക്, ഇന്ത്യക്കാരാണെങ്കിൽ പോലും ഇന്ത്യയുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ കംഫർട്ട്സ് ഒന്നും അല്ല അവരുടെ പ്രശ്നം. അവരുടെ ബൗദ്ധികമായ വൈഭവം നമ്മളുടെ മുന്നിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് അവിടെ ബംഗ്ലാദേശിൽ ഇപ്പൊ അധികാരത്തിൽ തിരിച്ചു വന്നപ്പോൾ അവരുടെ ഏറ്റവും വലിയ ബാക്കർ ഇന്ത്യയാണ്. അപ്പം ഇന്ത്യ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമായി നിലനിന്നുകൊണ്ട് അവിടെ വൺ പാർട്ടി റൂളിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ള അലിഗേഷനാണ് ഈ കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം, 2009 ഷെയ്ഖ് ഹസീന അവിടെ അധികാരത്തിൽ വരുന്നവരെ ഇന്ത്യക്കെതിരെ വിധ്വംസക പ്രവർത്തനങ്ങളുടെ താവളമായിരുന്നു ബംഗ്ലാദേശ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അവിടെ അതിനു മുമ്പ് അധികാരത്തിലിരുന്ന ഖാലിദ സിയയുടെയും അതിനു മുമ്പ് അധികാരത്തിലിരുന്ന പട്ടാള ഭരണകൂടങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തീവ്രവാദം പ്രൊമോട്ട് ചെയ്തിട്ട് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ഇന്ത്യയിലെ തീവ്രവാദികളെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. 2009 ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യയുമായിട്ടുള്ള ബൗണ്ടറി എഗ്രിമെന്റ് ഫൈനലൈസ് ചെയ്യുന്നതും ഇന്ത്യക്കെതിരെയുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവരുടെ മണ്ണിൽ അനുവദിക്കാത്തതും. ഇന്ത്യക്ക് അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കംഫർട്ട് എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്ത് നമുക്കറിയാലോ വേറൊരു രാജ്യമുണ്ട് മ്യാൻമറിൽ ഡെമോക്രസി മാറി അവിടെ പട്ടാള ഭരണകൂടം വന്നു. പട്ടാള ഭരണകൂടം ഒരുപാട് അട്രോസിറ്റീസ് അവിടുത്തെ ജനങ്ങൾക്കെതിരെ കാണിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇന്ത്യക്ക് ഒരു പരിധിയുണ്ട് അവരെ കൺട്രോൾ ചെയ്യാൻ. കാരണം നമ്മളുടെ താല്പര്യങ്ങൾ നമുക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ. കാര്യം അതിർത്തിയിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരുപാട് ലൊക്കേഷൻസ് ഉള്ളതാണ്. അപ്പം അവിടെയെല്ലാം നമുക്ക് നമ്മളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം, നമ്മളുടെ നാഷണൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം, നമ്മളുടെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഗവൺമെന്റുകളാണ് അവിടെ ഇരിക്കേണ്ടത്. അവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നത് ഇവരുടെ കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാളും ഖാലിദ സിയുടെ കാലഘട്ടത്തിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഒരുപാട് തീവ്രവാദ സംഘടനകൾ അപ്പം സ്ട്രോങ് ആകുകയും ഒരുപാട്
ടോർച്ചറിങ് അവിടുത്തെ മൈനോറിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് കാണിച്ചതും ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആം ടാക്ടിക്സ് ഉപയോഗിച്ചാണ് അത്തരത്തിലുള്ള ശക്തികൾ ഹസീന നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും മൈനോറിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രശ്നമൊന്നുമില്ലെന്നല്ല, പക്ഷേ മറ്റൊരു റെജിമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും ഇന്ത്യക്ക് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഭരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവിടെ ഇപ്പോഴും ജനാധിപത്യം തന്നെയാണ്. മറ്റുള്ളവർ അവിടുത്തെ ഇലക്ഷൻ ബഹിഷ്കരിച്ചത് കൊണ്ടാണ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്ന ഇയാള് ഫോമർ BBC ആൻഡ് റോയിട്ടേഴ്സ് കറസ്പോണ്ടന്റും ഓക്സ്ഫോർഡിലും ഫ്രാങ്ക്ഫർട്ടിലും യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിപ്പിക്കുന്ന ആളുമൊക്കെയാണ്. അത് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ മനസ്സിലാവത്തില്ല. അവര് അമേരിക്കയിലേക്ക് ഇരുന്ന് അത് എഴുതി വിടുന്നത്. നമുക്ക് നമ്മളുടെ നോർത്ത് ഈസ്റ്റിൽ എങ്ങനെയാണ് പീസ് വന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ. നമുക്ക് ചുറ്റിലും ശത്രുക്കൾ. പിന്നെ അതേസമയത്ത് നാളെ ഷെയ്ഖ് ഹസീന അവിടെ നിന്നാണെങ്കിൽ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ ഇലക്ഷനൊക്കെ എല്ലാവരും തോൽക്കാൻ വേണമെങ്കിൽ. ആ സമയത്ത് ഖാലിദാസിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വീണ്ടും ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും അവിടെ അധികാരത്തിൽ വരുന്നത്. അത് ഒഴിവാക്കാൻ അവിടുത്തെ ഒപ്പോസിഷനുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യണം, വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നമ്മളുടെ നെയ്ബർഹുഡിലുള്ള ഒരേ ഒരു ഗവൺമെന്റ് ആണ് ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ സ്ട്രെയിൻഡ് ഇന്ത്യ മാൽദീവ്സ് റിലേഷൻസ്. ഞാൻ അതിനെ കുറിച്ചുള്ള വീഡിയോസ്, അതുപോലെ നമ്മൾ അതിനെ കുറിച്ചുള്ള പിന്നീട് ഷോർട്സ് ഒക്കെ ചെയ്തിട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇന്ത്യയുടെയും മാൽദീവ്സിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാവും. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇന്ത്യയുടെയും മാൽദീവ്സിന്റെ ഇടയിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ലക്ഷദ്വീപില് മോഡി പോയപ്പോഴത്തേക്ക് അവിടുത്തെ മാൽദീവ്സുകാർ മോഡിയെ തെറി വിളിച്ചു എന്ന് മാത്രമേ അറിയാവുള്ളായിരിക്കും. അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ചെയ്ത വീഡിയോ തന്നെ കാണണമെന്നല്ല പറഞ്ഞത്. ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക. അതിനുവേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തു തരുന്നത്. അപ്പൊ എന്തായാലും ഇന്ത്യയും മാൽദീവ്സ് തമ്മിലുള്ള പ്രോബ്ലംസിന്റെ റൂട്ട് കോസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണത്. ഒന്നുകിൽ ഇത് വായിക്കുക, അതല്ലെങ്കിൽ ഞാൻ 2 ദിവസം മുമ്പ് ചെയ്തിട്ടേക്കുന്ന വീഡിയോ കാണുക, എന്തെങ്കിലും ചെയ്യുക. അപ്പൊ എന്തായാലും ഇന്ത്യ മാൽദീവ്സ് പ്രോബ്ലത്തിനെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ ആർമി ചീഫായ ജനറൽ മനോജ് പാണ്ഡെയുടെ കുറെ സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കാണാം. അഗ്നിപത് സ്കീമിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് കാണാം. അഗ്നിപത് സ്കീം നമുക്കറിയാം, ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കൊക്കെ ഷോർട്ട് സർവീസിൽ പട്ടാളക്കാരായിട്ട് ആൾക്കാരെ എടുക്കുന്നതിനാണ്. ആ അഗ്നിപത് സ്കീം വഴി എടുക്കുന്ന ആൾക്കാരെ അഗ്നിവീഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ പേജില് GM മസ്റ്റാർഡ് നമുക്കറിയാം, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മസ്റ്റാർഡ്, അതാണ് GM മസ്റ്റാർഡ്. അത് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നടക്കുന്ന ചില കേസുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു സംഭവം കാണാം. GM മസ്റ്റാർഡ് എന്നുള്ള സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. BT എന്ന് കേട്ടില്ലേ? BT ബ്രിഞ്ചൽ എന്നൊക്കെ, ഇതെല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്. BT ബ്രിഞ്ചൽ എന്ന് പറഞ്ഞാല് ബാസിലസ് തുറിഞ്ചൻസിസ് ബ്രിഞ്ചാൾ എന്നാണ്. BT എന്ന് പറഞ്ഞാൽ ബാസിലസ് തുറിഞ്ചൻസിസ് എന്നാണ്. ബാസിലസ് തുറിഞ്ചൻസിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ബാക്ടീരിയ ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ സച്ച് കൈൻഡ്സ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ഐറ്റംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് അല്ലാത്ത ആയിരിക്കും. അപ്പൊ BT കോട്ടൺ ഉണ്ട്. അപ്പം ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് വഴി ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അത്ര സംഭവങ്ങളിൽ ബാസിലസ് തുറിഞ്ചൻസിസ് പോലുള്ള ബാക്ടീരിയസ് ഉണ്ടായിരുന്നാൽ ഈൽഡ് കൂടും. കാരണം എന്ന് വെച്ചാൽ അതിനെ ഇൻസെക്ട്സ് അറ്റാക്കിന് തടയാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ പറഞ്ഞ ബാക്ടീരിയസിന്. അപ്പൊ എന്തായാലും അത് ഇന്ത്യയില് ഫുഡ് മേഖലയിൽ അങ്ങനെ ഇതുവരെയും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. എന്തായാലും ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇന്ത്യക്ക് ഒരു റെഗുലേറ്റർ ഉണ്ട്. ആ റെഗുലേറ്ററിന്റെ പേര് പഠിച്ചു വെച്ചേക്കുക, GEAC എന്നാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി, GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി. അതാണ് ഇന്ത്യയുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫീൽഡിലെ റെഗുലേറ്റർ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷണേഴ്സ് എല്ലാം കൂടിയിരുന്ന ഒരു മീറ്റിംഗ് നടത്തുന്ന ഫോട്ടോ കാണാം. അതിൽ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറിന്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് രാജീവ് കുമാർ. അടുത്തിരിക്കുന്ന 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ്. ഇപ്പൊ ഒരു മീറ്റിംഗ് നടത്താൻ കാര്യം വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കാൻ പോയാണ്. വിത്തിൻ 3 months ഇന്ത്യസ് ഇലക്ഷൻ പ്രോസസ് വിൽ ബി കംപ്ലീറ്റഡ്. എന്ന് വെച്ചാൽ ഏപ്രിലിൽ കംപ്ലീറ്റ് ആവും. അപ്പൊ അതിന്റെ പ്രോസസ് ഇപ്പൊ സ്റ്റാർട്ട് ആവും. നെക്സ്റ്റ് മന്തിൽ ഇലക്ഷന്റെ അനൗൺസ്മെന്റ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ സ്വച്ഛ് സർവേക്ഷൺ സർവേ, അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റികളിൽ 1ാം സ്ഥാനത്തേക്ക് ഇൻഡോർ എന്ന് ഞാൻ പറഞ്ഞു. സൂററ്റും ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. 2 സിറ്റികളാണ് 1ാം സ്ഥാനത്ത്. സ്റ്റേറ്റുകളുടെ കൂട്ടത്തിൽ 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, 2ാം സ്ഥാനത്ത് മധ്യപ്രദേശ്. ഇത് ലെസ് ദാൻ 1 lakh പോപ്പുലേഷൻ ഉള്ള സിറ്റികളാണെന്നുണ്ടെങ്കിൽ
സസ്വാദ് ആൻഡ് ലോണാവാല ഇവർ രണ്ടുപേരാണ് ഒന്നാം സ്ഥാനത്ത്. അല്ല സോറി, സസ്വാദ് ആണ് ഒന്നാം സ്ഥാനത്ത്, SASVAD, ഇത് മഹാരാഷ്ട്രയിലാണ്. ലോണാവാല അത് മഹാരാഷ്ട്രയിൽ 2ാം സ്ഥാനത്താണ്. സസ്വാദ് SASVAD സ്വച്ഛ അല്ലെങ്കിൽ ക്ലീൻലിനെസ് ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ലെസ് ദാൻ 1 lakh പോപ്പുലേഷൻ ഉള്ള 1 ലക്ഷത്തിൽ താഴെ പോപ്പുലേഷൻ ഉള്ള സിറ്റികളുടെ കൂട്ടത്തിൽ 1ാം സ്ഥാനത്ത് സസ്വാദ് ആണ്, മഹാരാഷ്ട്രയിലാണ്. പിന്നീട് മാൽദീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയുടെ പ്രസിഡന്റുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയെ കാണാം. ചൈനയുടെ കളികൾ മൂലമാണ് ഇന്ത്യക്ക് മാൽദീവ്സിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. എന്തായാലും മുഹമ്മദ് മൊയ്സുവിനും അത്ര കംഫർട്ടബിൾ ഒന്നും ആയിരിക്കത്തില്ല കാര്യം അത്ര ഈസി ആയിട്ട് ചൈനയുമായിട്ടുള്ള ബന്ധം മാത്രം വച്ച് ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർത്തിയിട്ട്, കാര്യം ഇന്ത്യൻ ഓഷൻ റീജിയനിൽ അവർക്കൊരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഉള്ളത് കൊണ്ട് ഇന്ത്യ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് എല്ലാ പിന്നെ എന്താ പറയുക ഇൻസൾട്ട് ഒക്കെ അങ്ങ് ടോളറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് അവന്മാരെ വിചാരം. പക്ഷെ അങ്ങനെ നടക്കൂല എന്ന് ഏതാണ്ടൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അത് അവിടെ കാണാം. പിന്നെ ഹസീന സോണിനാസ് ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ഫോർ 5th ടേം, 5ാം ടേമിലേക്ക് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അധികാരമേറ്റു. അതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. പിന്നെ ഇൻഫോസിസ്, TCS പോലുള്ള കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വന്നു. അപ്പൊ അവരുടെ പ്രോഫിറ്റിനെ കുറിച്ചൊക്കെയാണ് ന്യൂസ്. ഇൻഫോസിസിന്റെ CEO ആണ് സലിൽ പരേഖ്, അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 സോഫ്റ്റ്വെയർ ജയന്റ്സ് ആയതുകൊണ്ട് അറിഞ്ഞിരിക്കുക. ഇൻഫോസിസിന്റെ CEO സലിൽ പരേഖും ഇന്ത്യയിലെ നമ്പർ 1 സോഫ്റ്റ്വെയർ കമ്പനിയായ TCSന്റെ CEO കൃതിവാസനും ആണ്. കൃതിവാസൻ KRITHIVASAN. He is the CEO of India's number 1 software services company, TCS Tata Consultancy Service. India's number 2 software services company is Infosys and its CEO is Salil Parekh. Okay. പിന്നെ ഗിഫ്റ്റ് സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഗിഫ്റ്റ് സിറ്റി നിങ്ങൾക്ക് അറിയാം, ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റിയാണ്. ഈ ഇടയ്ക്ക് ഞാൻ ക്ലാസ്സിൽ ഗിഫ്റ്റ് സിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റിയാണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. അതൊരു സെസ് ആണ്, അതൊരു സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. ഗുജറാത്തിലെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണാണ് ഗിഫ്റ്റ് സിറ്റി, ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ടെക് സിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ 2 അബ്രിവേഷൻസ് പറയാം, അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചാൽ NIIF നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ഇന്ത്യയുടെ സോവറിൻ വെൽത്ത് ഫണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് NIIF എന്നറിയപ്പെടുന്നത്. നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഇന്ത്യയുടെ ഒരു നിയമത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്, IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. പിന്നീട് സ്പോർട്സിൽ ആക്ച്വലി ഒന്നും പറയാനില്ല, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയൊക്കെ ഉള്ളത്. സ്പോർട്സില് ഇത് ഇവരെ പേരൊന്ന് പഠിച്ചു വെച്ചാണ്. K ഹംപി എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അവരുടെ ഫുൾ നെയിം കൊനേരു ഹംപി എന്നാണ്. ഇന്ത്യയുടെ നമ്പർ 1 വുമൻ ചെസ് പ്ലെയർ ആണ്. കൊനേരു ഹംപി, K ഹംപി. ഇത്രയുമാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെയും ഇന്നലത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെയും ന്യൂസുകൾ. ഞാൻ കോംപ്രഹെൻസീവ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും പറയുന്നു, നിങ്ങൾ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ആ വീഡിയോസ് ലൈക്ക് ചെയ്യുക, വീഡിയോസിന്റെ താഴെ കമന്റ് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.